പയ്യ നമ്മള് പഞ്ചാബികൾക്ക് ഗോതമ്പിന്റെ നിറമാണ്, ഗോതമ്പിന്റെ ഗുണമാണ്. പക്ഷേ ഇതുപോലെ ചിലതൊക്കെ ഉണ്ടാവും കേടുള്ളതല്ലേ. യഥാർത്ഥത്തിൽ പഞ്ചാബി അല്ല, ഇത് കേരളത്തിൽ നിന്ന് ചക്കുകുരു ഉണ്ടോന്ന ലോറി ഇവിടെ ആയി പോയതാണ്. നിങ്ങൾക്ക് തെറ്റി. നിങ്ങളെല്ലാം പരിചയപ്പെടുത്തിയോ? ഞാൻ സിംഗല്ല. ഞാനിവിടെ മുറുക്കും പൊരിയുടെ കച്ചവടത്തിന് വന്നതാണ്. പൊരി തീർന്നു, ഇനി മുറുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് പഞ്ചാബുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പഞ്ചാബില് ഞാനൊരു ഇന്ത്യൻ ഓഫീസിലായിരുന്നു. അപ്പൊ എന്നെ സഖിയിട്ട് അവരങ്ങ് മാറ്റിയപ്പോ ഞാൻ പറഞ്ഞു എന്നെ മാറ്റിക്കോ, പക്ഷേ ഈ തൊപ്പി ഞാൻ പറഞ്ഞു. അന്ന് വെച്ച തൊപ്പിയാണ് 15 വർഷം. ഇത് മുറുക്കാണ്. ഇത് മുറുക്കാണ്. മുറുക്കാണെങ്കിൽ ഈ തല ഒന്ന് മുറുക്കി കൊടുക്കൂ. എത്ര വർഷമായി അവിടുന്ന് പോന്നിട്ട്? 15 വർഷം. ചുമ്മാ നല്ല നാറ്റമുണ്ട്. എന്റെ ഭാര്യ സിംഗ് ആണ്. നഴ്സിംഗ്. सिंह मेरा बेटी नेम लड़की നെയിം ലടുക്കിയ മേരാ ഫ്രണ്ട് ബോറിംഗ് ബോറിംഗ് സിംഗ്. നിന്റെ പേരെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ അലാവ് സിംഗ്. അല്ല, നിന്നെ കണ്ട് സിംഗായിട്ട് തോന്നില്ല. നിന്നെ കണ്ടിട്ട് അലാവുദ്ദീനും അത്ഭുതമൊക്കെ ഇല്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നു. ഇത് ബേട്ടിയാണോ? ബേട്ടി കണ്ടിട്ട് പട്ടിയെ പോലെ ഇരിക്കും. मेरा नाम ടീം സിംഗ്. എന്റെ തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന സിംഗ് ആണ്. പേര് തോൽവി സിംഗ്. എന്താണ് ചേട്ടന്റെ തോട്ടം? എന്താണ് തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് കൃഷിയാണ്. അവിടെ വിള നശിപ്പിക്കാൻ വേണ്ടി പന്നികൾ ഇറങ്ങും. അപ്പൊ ഈ പന്നികളെ പ്രതിരോധിക്കാൻ വേണ്ടി, പന്നികൾ വരാതിരിക്കാൻ വേണ്ടി ഈ ഗോതമ്പ് പാടത്തിന്റെ നടുക്ക് ഞാനൊരു സ്റ്റേജ് കെട്ടിയിട്ട് എന്നും രാത്രി ഇവനെ കൊണ്ട് പാട്ട് പാടിക്കും നേരം വെളുക്കുന്നതിനും വരെ. പിന്നെ പന്നി നല്ല ഒരൊറ്റ ഞാൻ പോലും അവിടെ പോകാറില്ല. ഈ സിംഗിന്റെ പേരെന്താ? പിച്ചാത്തി സിംഗ്. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ സത്താർ സിംഗ് എന്നാണ് വിളിച്ചത്. കണ്ടിട്ട് വെള്ളാട്ട് പോകാൻ പോലെ ഉണ്ടല്ലോ. എന്ന് വെച്ചാ എന്താണ്? ഡ്രസ് വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ എനിക്ക് ചാച്ചാജിയെയും ഇന്ദിരാജിയെയും ഓർമ്മ വന്നു. ഇന്ദിരാ പ്രിയദർശിനിയും. ചാച്ചാജിയുടെ റോസപ്പൂ ലക്ഷ്മിയുടെ ഇവിടെ ചുമ്മാട് വെച്ചു. ഞങ്ങളെ കണ്ടിട്ട് പക്ക പഞ്ചാബി തോന്നുന്നു. എനിക്ക് ഡൗട്ടായി പോയി. ആക്ച്വലി സർട്ടിഫിക്കറ്റ് കാണിക്കണം. അല്ല ചേച്ചി, അത് ശരിക്കും പറഞ്ഞ നമ്മുടെ കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്വാമിയില്ലേ, അതുപോലെ തോന്നിയത് ആളെ കണ്ടിട്ട്. നോക്കി, അയ്യോ അത്രയും നല്ല മനുഷ്യനായിട്ട് പൊമ്മിച്ച നിന്നെ എന്ത് ചെയ്യണം മൃദുല? ഞാൻ ഒരു കാര്യം പറയട്ടെ, മതി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്ത് മതി. പഞ്ചാബി ഇന്ന് ഉദ്ദേശിച്ചത് എന്താണ്? പഞ്ചാബി പെൺകുട്ടി വരുന്നെന്ന് പറയുന്നത് കേട്ടോ. വന്നല്ലോ. അത് അങ്ങനെ ഗസ്റ്റ്. ഓക്കെ പഞ്ചാബി എന്നാണ് പറയുന്നത്. അല്ല, പഞ്ചാബിൽ ആ കുട്ടിക്ക് എന്തോ പഞ്ചാബികളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ശരി ചേട്ടാ, പഞ്ചാബി പോയിട്ടുണ്ടോ? പഞ്ചാബി ഞാൻ പോയിട്ടില്ല. ഗോതമ്പ് തിന്നിട്ടില്ല? ഇല്ല, ഗോതമ്പ് തിന്നിട്ടുണ്ട്. റേഷൻ കട കിട്ടുമല്ലോ. പഞ്ചാബി പോകണ്ടല്ലോ. ശരി, ഉണ്ടഴിച്ചിട്ടില്ലല്ലോ. ഉണ്ടഴിച്ചിട്ടില്ല. പഞ്ചാബി ഹൗസിൽ പോയിട്ടുണ്ടോ? പഞ്ചാബി ഹൗസ് കണ്ടിട്ടുണ്ട്, പോയിട്ടില്ല. അതെങ്ങനെ കണ്ടു? സിനിമ. ശരി, അങ്ങനെയാണെങ്കിൽ പഞ്ചാബി ഹോട്ടലിൽ കയറിയിട്ടുണ്ടോ? ബോംബെയിലൊക്കെ പോകുമ്പോ ഇവരുടെയൊക്കെ ഹട്ടുകളാണ്, അവിടെയൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഞ്ചാബി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പഞ്ചാബികളായിട്ട് ബന്ധമില്ല എന്നാണ് അപ്പൊ പറഞ്ഞത്. ഒരു ബന്ധമില്ല, കണ്ടിട്ട് സംസാരിക്കാൻ തോന്നല്ല. ഞങ്ങളുടെ ഫുഡ് കഴിച്ചാൽ ഞങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു മിനിറ്റ്, പഞ്ചാബി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പഞ്ചാബി കൂർക്ക ഫ്രൈ കൂർക്ക ഫ്രൈ. നിങ്ങൾ പഞ്ചാബികളുടെ കൂടെ പാമ്പാട്ടിനെ കൊണ്ടുപോകാറുണ്ടോ? അവിടെ ഒരു പാമ്പാട്ടി. അല്ല